അപ്പങ്ങളും പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി ചുട്ടത് മരുമോനിക്ക അപ്പങ്ങളും പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി ചുട്ടത് മരുമോനിക്ക അർണേ ബിരിയാണി ആയോ ബിരിയാണി റെഡിയായി കാക്ക എന്താ ഉണ്ടാക്കിയ നെയ്ച്ചോറും പീസും ഉണ്ട് മന്തി ഉണ്ട് നല്ല ബിരിയാണി ഉണ്ട് ബീഫും ഉണ്ട് ചിക്കനും ഉണ്ട് എന്താ ഉണ്ട് ഇലക്ഷന് നല്ല ചൂടോടെ നടക്കുന്നുണ്ട്. ഈ ചൂടോടെ നടക്കുന്ന ഇലക്ഷനില് ഇവിടെ UDF വമ്പിച്ച ഭൂരിപക്ഷം കിട്ടും. നിങ്ങൾ എന്താ പറയുന്നത് ആയിരിക്കും എന്റെ പൊന്നെ അല്ല ഞാൻ ഒരു കാര്യം ഈ അൻവർ എന്തിനാ രാജിവെച്ചത് അതാണ് ആദ്യം ഈ അൻവർ സത്യത്തിൽ CPM-ന്റെ മോശം നിലപാടുകൾ പിണറായി വിജയന്റെ മോശം നിലപാട് ഇപ്പൊ കോൺഗ്രസിന് സപ്പോർട്ടിങ് കൊടുക്കാറുണ്ടല്ലോ. അതായത് ഈ അൻവറിന് എന്താ ഇന്ന് പറയുന്നത് മൂപ്പർക്ക് അറിയില്ല. ആഭ്യന്തരം വേണം വനം വകുപ്പ് വേണം ഒരു കട്ടയില്ല. അൻവർ എത്ര വോട്ട് പിടിക്കുന്ന അൻവർ എത്ര വോട്ട് പിടിക്കുന്നില്ല ജയിപ്പിക്കാന്നില്ല നമ്മളെ 7000 വോട്ട് കിട്ടും. BJP ഒരു സ്ഥാനാർത്ഥിയില്ലേ പുള്ളി ജയിക്കുന്നു അൻവറിനോ BJPക്കോ വോട്ട് ഉണ്ടാവുക അൻവർ BJPനേക്കാൾ വോട്ട് ഉണ്ടാവും അല്ല BJPക്ക് വോട്ട് കിട്ടും. അത് ഓല് ചെയ്യണ വോട്ടുണ്ടല്ലോ കാലാകാലങ്ങളായിട്ടുള്ള കേരള കോൺഗ്രസിന്റെ വോട്ട് BJPക്ക് വിടും നിങ്ങളുടെ ഘടകകക്ഷിയാ കേരള കോൺഗ്രസ് നിങ്ങളുടെ വോട്ട് BJPക്ക് പോകുന്ന ഞാൻ ഘടകകക്ഷിയല്ല എന്റെ ഘടകകക്ഷിയല്ല കോൺഗ്രസിന്റെ ഘടകകക്ഷിയല്ല കേരള കോൺഗ്രസ് ജോസഫ് പിന്നെ ആരാ ഘടകകക്ഷിയാ ജോസഫ് അല്ലല്ലോ കെമാണിന്റെ ഗ്രൂപ്പാണല്ലോ ഉള്ളത് ജോസഫിന്റെ ആയിരുന്നേ ജോസഫ് ഗ്രൂപ്പിന്റെ ആളായിരുന്നു അയാള് ജോസഫ് ഗ്രൂപ്പ് കെമാണിയിലേക്ക് പോയ ആള് ഇല്ലെന്ന് ജോസഫ് ഗ്രൂപ്പിന്റെ ആളായിരുന്നേ ഇപ്പൊ അൻവർ പോയ മാതിരി തന്നെ അതും പോട്ടെ അതും പോട്ടെ എന്റെ വിഷയം എന്താ എന്റെ നാടിന്റെ സമാധാനം എന്റെ നാടിന്റെ വികസനം അൻവറിന്റെ വിഷയം അതല്ല കുഴിമന്തി പൊരിച്ച ഐസ്ക്രീം ഇതൊക്കെ അൻവറിന്റെ വിഷയം പറയാനുള്ള എന്താണോ ഞാനൊരു ലോട്ടറി കച്ചവടക്കാരനായിരുന്നു ഇത്രയും കാലം ഈ സർക്കാർ രാജഗോപാൽ വന്നതിന് ശേഷം ബാലഗോപാൽ ഒരു ജനങ്ങൾക്കും പ്രൈസും ഇല്ല ടിക്കറ്റ് കച്ചവടം ചെയ്ത് പരാജയപ്പെട്ട ആളാണ് ഞാൻ ഒറ്റ പ്രൈസ് വില കൊടുക്കൂല ഇവിടുത്തെ ലോട്ടറി മേഖലയിൽ ജോലിയുടെ തൊഴിലാളികളോട് ചോദിച്ചോക്കി ആർക്കെങ്കിലും വോട്ട് ചെയ്യാന്ന് പബ്ലിക് വോട്ട് ചെയ്യുമെന്ന് പറയും ഞാൻ പറഞ്ഞു സ്വരാജ് സ്വരാജ് ചങ്ങായിയുടെ കണ്ടിട്ട് ഒന്നുമില്ലെങ്കിലും സ്വരാജിനെ പോലെ ഒരു സ്ഥാനാർത്ഥി നല്ല സ്ഥാനാർത്ഥിയല്ലേ വന്നത് ഏറ്റവും കൂടുതൽ കാണുന്ന വ്യക്തി അത് ആര്യാട ബാബുട്ടി തന്നെയാണ്. ആ വീട് ഇങ്ങനെ തുറന്നിട്ടോ തുറന്നിട്ടോ ഒറ്റക്ക് വഴിവെട്ടി ഒറ്റയ്ക്ക് വഴിവെട്ടില്ല ദീപങ്കര വോട്ട് മേടിച്ചു വന്നാ ഒറ്റയ്ക്ക് നിങ്ങൾ വഴിവെട്ടി വന്ന് ജയിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്ക് നിങ്ങൾ ജയിപ്പിക്കും. അപ്പൊ ഞങ്ങൾ പറയാം ആൺകുട്ടികളാണെന്ന് പറയാം വഴിവെട്ടി വന്ന ആളാണെന്ന്. 10,000 പോലും എന്റെ കയ്യിലില്ല പറഞ്ഞേ. 52 കോടി ഫസ്റ്റ് ഭാര്യന്റെ പേരില് 18 കോടിക്കാണ്. രണ്ടാമത്തെ പറഞ്ഞ 6 കോടി. ആര്യാട ബാബുട്ടി എന്തായാലും ജയിക്കും 100% ജയിക്കും. അപ്പൊ ഇയാൾ സപ്പോർട്ട് ചെയ്തിക്കണമെങ്കിൽ ഇയാൾക്ക് ആളാവാൻ ഞാന് സപ്പോർട്ട് ചെയ്തിട്ടേലും ഇത് പിന്നെ എന്തിനാ രാഹുൽ ബാങ്കൂട്ട് രാത്രി ഒളിച്ച് അവിടെ വീട്ടിൽ പോകുന്നത് 15, 25 അവിടെ 30 കണക്ക് റെഡി ആവുന്നേ ഇല്ല. ഇവിടെ 25,000 ഭൂരിപക്ഷം അവിടെ 15,000 കണക്കൊന്നും റെഡി ആവുന്നില്ല. എന്റെ പൊന്നരണേട്ടാ ഈ നിലമ്പൂർ ഒരു പിടിയും തരുന്നില്ല ഏട്ടാ സത്യശിനോ അതായത് ഈ അടുപ്പ് വയ്ക്കുന്നതിനേക്കാൾ ചൂടാണ് ഇവിടെ. ഞാൻ എന്തായാലും ഈ ദമ്മ് പൊട്ടിക്കട്ടെ. അതെ ബാക്കി ബാലറ്റ് വെട്ടി വെട്ടുമ്പോ അറിയാം. 23-ാം തീയതി ടീം മാതൃഭൂമി ന്യൂസ് നിലമ്പൂർ.